ക്ലാസ് 1ൻ്റെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഹിന്ദി ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്ര ദേക്കർ നാം ലിഖേ. ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബ്രാക്കറ്റിൽ അതിൻ്റെയൊക്കെ പേരും, അത് ഓരോ ചിത്രത്തിൻ്റെ നേരെയും കറക്റ്റായിട്ടുള്ള പേര് എടുത്തെഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു മൂങ്ങയുടെ ചിത്രമാണ് അല്ലേ. അപ്പം മൂങ്ങക്ക് നമ്മൾ എന്താ പഠിച്ചത്? ഉല്ലു. അപ്പോൾ ഉല്ലു എന്നാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് എന്താണ്? അനാർ. അടുത്തത് സ്പൂണ്. സ്പൂണിന് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ചമ്മച്ച്. അതേപോലെ അടുത്തത് എന്താണ്? ഒരു താമരയാണല്ലേ. താമരക്ക് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? കമൽ. അടുത്തത് എന്താണ്? ചർക്ക. ചർക്കക്ക് ചർക്ക എന്ന് തന്നെയാണ് ഹിന്ദിയിലും പറയുന്നത്. അടുത്തത് അവിടെ ഒരു മാംഗോ കൊടുത്തിട്ടുണ്ട്. മാംഗോക്ക് നമ്മൾ എന്താ പഠിച്ചത്? ആം. ആം മാംഗോ അല്ലേ. പിന്നെ നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നിന് എന്താ പറയുക? ഏക്ക്. അടുത്തത് എന്താണ്? ഒരു നൂലിൻ്റെ കെട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതിനെന്താ പറയുക? ഊൻ. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? പുളി. പുളിക്ക് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇംലി. പിന്നെ എന്താണ്? ഒരു കപ്പൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. കപ്പലിന് എന്താണ്? ജഹാജ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം 1ന് എന്താ പറയുക? ഏക്ക്. അടുത്തത് നൂലിന് എന്താ പറയുക? ഊൻ. പിന്നെ വുമണിന് എന്താ പറയുക? ഔറത്ത്. അതേപോലെ പുളിക്ക് എന്താ പറയുക? ഇംലി. അതേപോലെ കപ്പലിന് ജഹാജ് അല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അർത്ഥ ലിഖേ. അർത്ഥം എഴുതാൻ, മീനിങ് എഴുതാൻ. ആം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗോ. ചത്തരി എന്താണ്? അംബ്രേല അല്ലേ. അതേപോലെ അംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്ഗ്. അതവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് 2 വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അക്ഷരം ഏതാണ്? ക വെച്ച് നമ്മൾക്ക് എന്തൊക്കെ അറിയാം? കമൽ, കബൂത്തർ, അങ്ങനെ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അടുത്തത് ഗ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? ഘടി, ഘട, അതേപോലെ ഗധ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതെങ്കിലും 2 എണ്ണം എഴുതും. അടുത്തത് ച നമ്മൾ എന്തൊക്കെ പഠിച്ച്? ജൽ, ജൾ, ചമ്മച്ച് ഒക്കെ നമ്മൾ പഠിച്ചത് ച വെച്ചിട്ടാണല്ലേ. അപ്പം ഏതെങ്കിലും 2 എണ്ണം അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് എന്താണ്? കുറച്ച് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റിലല്ല കൊടുത്തത്, ചിലതൊക്കെ വിട്ടു പോയിട്ടുണ്ട്. അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കിയാൽ ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഒന്നിടവിട്ടിട്ടാണ് കൊടുത്തത്. അപ്പോൾ വിട്ട ഭാഗത്ത് അതിൻ്റെ കറക്റ്റ് അക്ഷരങ്ങൾ നമ്മൾ എഴുതി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ കായുടേതും ചായുടെയും സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലും ക മുതൽ ങ വരെയുള്ള ഭാഗത്തിൽ വിട്ട ഭാഗങ്ങൾ എഴുതി കൊടുക്കും. അതുപോലെ ച മുതൽ ഞ വരെയുള്ള ച ജഞ്ച ഉള്ളത് അതും പൂർത്തിയാക്കുക. അടുത്തത് എന്താണ്? അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ചിത്രങ്ങളുടെ പേരിൻ്റെ ആദ്യം എന്താണ് കൊടുത്തിട്ടുള്ളത്? ഈക്ക്. അപ്പോൾ ഈ എന്ന അക്ഷരത്തിന് സർക്കിൾ ചെയ്യുക. പിന്നെ എന്താ കൊടുത്തത്? സ്പൂണിന് ചമ്മച്ച് എന്നല്ല പഠിച്ചിട്ടുള്ളത്. അപ്പം ച എന്നതിന് സർക്കിൾ ചെയ്യുക. അതേപോലെ അടുത്തത് ഊംട്ടല്ലേ, ഒട്ടകത്തിന് പഠിച്ചത്. അപ്പം ഊ എന്ന അക്ഷരം സർക്കിൾ ചെയ്യുക. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? ഗദക്ക് ഗ എന്ന അക്ഷരം സർക്കിൾ ചെയ്യുക. അടുത്തത് എന്താണ്? അവിടെ കുറച്ച് രേഖകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് വരയ്ക്കാൻ ആദ്യം ഘടിരേഖ, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതേപോലെ പടിരേഖ അല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഘടി ഔർ പടിരേഖ, ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും കൂടി ചേർന്ന ടി ആകൃതിയിലുള്ളതാണ് അവിടെ വരയ്ക്കേണ്ടത് അല്ലേ. അടുത്തത് എന്താണ്? തിർച്ചി രേഖ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻറ്റു ഇട്ടതുപോലെ എക്സ് എഴുതുന്നത് പോലെയുള്ള രേഖ അല്ലേ. അതേപോലെ വക്രരേഖ അല്ലേ, 2 ബ്രേക്കറ്റ് ഇടുമ്പോലുള്ള രേഖയാണ് വക്രരേഖ, കർവാകൃതിയിലുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഹിന്ദിയിൽ ഇപ്രാവശ്യം ഹാഫ് ഇയർലി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്.
ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.